നമസ്തേ. ഒരു മരുന്ന് വെറും 6 ഗുളികകൾ. അമേരിക്കയിൽ അതിന്റെ വില 95,000 രൂപ. പക്ഷേ അതേ മരുന്ന് ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ വെറും 2,400 രൂപ. ഇത് കേട്ട് നിങ്ങൾക്കും ഞെട്ടലുണ്ടാകും. പക്ഷേ ഒരു അമേരിക്കൻ യുവതി ഇത് നേരിട്ട് അനുഭവിച്ച ശേഷമാണ് ലോകത്തോട് ഒരു ചോദ്യം ചോദിച്ചത്. അതേ മരുന്നിന് ഞാൻ അമേരിക്കയിൽ 95,000 രൂപ നൽകണം. എന്നാൽ ഇന്ത്യയിൽ അതേ മരുന്ന് 950 രൂപയ്ക്ക് ലഭിക്കുമ്പോൾ ബാക്കി പണം ആരാണ് വാങ്ങുന്നത്? This medication was going to cost me $1,000 out of pocket in the US and I got it for $25. Yep, just for 6 little pills, $1,000 out of pocket because my insurance wouldn't cover it. So my doctor was like, send the script to a Canadian pharmacy. Did that, asked how much it would be, expecting maybe like $100 or $200, which I was ready to pay for. They were like $25, $10 for the medication itself, $15 for the shipping, international shipping direct from the manufacturer in India to me. Our healthcare system in the US is a joke. We are being completely scammed. What do you mean this was going to cost me $1,000 and I was able to pay $10 for the medication itself? What was I paying $1,000 for in the US? Who is that money going to? That is a hypothetical question. You'll get my point. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ലോകമെമ്പാടും വീണ്ടും ചർച്ച ചെയ്യുകയാണ്. വിക്ടോറിയ എന്ന അമേരിക്കൻ യുവതിയാണ് ഇൻസ്റ്റഗ്രാമിൽ തന്റെ അനുഭവം പങ്കുവച്ചത്. ഡോക്ടർ നിർദ്ദേശിച്ച ഒരു മരുന്ന് വാങ്ങാൻ അമേരിക്കയിൽ പോയപ്പോൾ അവൾക്ക് ലഭിച്ച ബിൽ $1,000, അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 95,000 രൂപ. ഇത് വെറും 6 ഗുളികകൾക്കുള്ള വിലയായിരുന്നു. ഇത്രയും വലിയ തുക കണ്ട വിക്ടോറിയ ഞെട്ടിപ്പോയി. അതോടെ ഈ മരുന്ന് മറ്റേതെങ്കിലും രാജ്യത്ത് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമോ എന്ന് അന്വേഷിക്കാൻ അവൾ തീരുമാനിച്ചു. അവളുടെ ഡോക്ടർ ഒരു കനേഡിയൻ ഫാർമസിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചു. വിക്ടോറിയ കരുതിയത് ഒരു $100-200 ആയിരിക്കും വിലയെന്നാണ്. പക്ഷേ അന്തിമ ബിൽ കണ്ടപ്പോൾ അവൾ വീണ്ടും ഞെട്ടി. കാരണം മരുന്ന് ഇന്ത്യയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്തിയത്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് വഴി ഇന്ത്യയിലെ നിർമ്മാതാവിൽ നിന്ന് മരുന്ന് എത്തിച്ചു. മരുന്നിന്റെ വില $10 മാത്രം. ഷിപ്പിംഗ് ചെലവ് $15. ആകെ $25. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2,400 രൂപ. അമേരിക്കയിൽ 95,000 രൂപ, ഇന്ത്യയിൽ 2,400 രൂപ. ഏകദേശം 40 മടങ്ങിലധികം വില വ്യത്യാസം. ഇതിന് പിന്നാലെ വിക്ടോറിയ ഒരു ചോദ്യം ചോദിച്ചു. അതേ മരുന്നാണ്, അതേ അളവാണ്. അപ്പോൾ അമേരിക്കയിൽ ഞാൻ നൽകുന്ന ബാക്കി പണം ആരാണ് വാങ്ങുന്നത്? ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം അനുഭവങ്ങളും പങ്കുവച്ചു. ഇന്ത്യയിലെ മരുന്നുകൾക്ക് വില കുറവാകുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ മരുന്നുകൾ ഇത്ര വിലക്കുറവിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് നിർമ്മാതാക്കളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ലോകം ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളുടെ വലിയൊരു വിഹിതം ഇന്ത്യയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. രണ്ടാമത്തെ കാരണം, ഇന്ത്യയിൽ നിരവധി മരുന്നുകൾക്ക് സർക്കാർ വില നിയന്ത്രണം നിലവിലുണ്ട്. അവശ്യ മരുന്നുകളുടെ പരമാവധി വില നിയന്ത്രിക്കാൻ സംവിധാനങ്ങളുമുണ്ട്. മൂന്നാമത്തെ കാരണം, ഒരേ മരുന്ന് നിർമ്മിക്കുന്ന നിരവധി കമ്പനികൾ തമ്മിലുള്ള ശക്തമായ മത്സരം. ഇത് വില കുറയാൻ സഹായിക്കുന്നു. അമേരിക്കയിലെ സാഹചര്യം വ്യത്യസ്തമാണ്. പുതിയ മരുന്നുകൾ വികസിപ്പിക്കാൻ കമ്പനികൾ വർഷങ്ങളോളം ഗവേഷണത്തിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നുണ്ടെന്നാണ് അവയുടെ വാദം. അതിന്റെ ചെലവും പേറ്റന്റ് സംരക്ഷണവും മരുന്നുകളുടെ വിലയെ ബാധിക്കുന്നു. കൂടാതെ ഇൻഷുറൻസ് കമ്പനികൾ, ഫാർമസി ബെനിഫിറ്റ് മാനേജർമാർ, വിതരണ ശൃംഖല, മൊത്ത വ്യാപാരികൾ, റീറ്റെയിൽ ഫാർമസികൾ, ഇങ്ങനെ നിരവധി ഘട്ടങ്ങളിലൂടെ മരുന്ന് ഉപഭോക്താവിലേക്ക് എത്തുന്നു. ഇതെല്ലാം ചേർന്നാണ് ചില മരുന്നുകളുടെ വില വളരെ ഉയരുന്നത്. ചില രോഗികൾ ഇൻഷുറൻസ് വഴി കുറഞ്ഞ തുക മാത്രമേ നൽകാറുള്ളൂ. എന്നാൽ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കോ ഉയർന്ന കോപേ ഉള്ളവർക്കോ നേരിട്ട് വലിയ തുക നൽകേണ്ടി വരും. ഇന്ന് ഇന്ത്യയെ ലോകം വിളിക്കുന്നത് ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണ്. ഇന്ന് ലോകാരോഗ്യ രംഗത്ത് ഇന്ത്യയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട്. അതുകൊണ്ടാണ് പല അന്താരാഷ്ട്ര സംഘടനകളും ആരോഗ്യ വിദഗ്ധരും ഇന്ത്യയെ ഫാർമസി ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ ഫാർമസി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? ഒന്നാമതായി, ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് നിർമ്മാതാക്കളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. ഒരു മരുന്നിന്റെ പേറ്റന്റ് കാലാവധി അവസാനിച്ചാൽ അതേ മരുന്ന് ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ച് കുറഞ്ഞ വിലയിൽ നിർമ്മിക്കുന്നതാണ് ജനറിക് മരുന്നുകൾ. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരം മരുന്നുകളുടെ വലിയൊരു പങ്ക് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. രണ്ടാമതായി, ലോകമെമ്പാടുമുള്ള 200-ലധികം രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇന്ത്യ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നു. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ് രാജ്യങ്ങൾ, ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ഫാർമസികളിലും ഇന്ത്യൻ കമ്പനികളുടെ മരുന്നുകൾ വ്യാപകമായി ലഭ്യമാണ്. മൂന്നാമതായി, അമേരിക്കൻ അംഗീകാരം നേടിയ ഉൽപാദനശാലകൾ അമേരിക്കയ്ക്ക് പുറത്തായി ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതായത് അമേരിക്കൻ നിലവാരമുള്ള ഗുണനിലവാരമുള്ള പരിശോധനകൾ വിജയിച്ച് മരുന്നുകൾ നിർമ്മിക്കുന്ന നിരവധി ഫാക്ടറികൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ ഫാർമ കമ്പനികളായ സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലാബറട്ടറീസ്, സിപ്ല, ലുപിൻ അങ്ങനെ തുടങ്ങിയ ലോകമെമ്പാടും മരുന്നുകൾ വിതരണം ചെയ്യുന്നു.
കോവിഡ്-19 മഹാമാരിക്കാലത്ത് ഇന്ത്യയുടെ ഈ സ്ഥാനം ലോകം കൂടുതൽ വ്യക്തമായി കണ്ടു. വാക്സിൻ മൈത്രി പദ്ധതിയിലൂടെ ഇന്ത്യ നിരവധി രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തു. അതുപോലെ ഹൈഡ്രോക്സി ക്ലോറോക്വീൻ, പാരസെറ്റമോൾ, ആന്റിബയോട്ടിക്കുകൾ തുടങ്ങി നിരവധി അവശ്യ മരുന്നുകളും ഇന്ത്യ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. കൂടാതെ HIV AIDS ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കുറഞ്ഞ വിലയിലുള്ള ആന്റിറെട്രോ വൈറൽ മരുന്നുകൾ നിർമ്മിച്ച് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള വികസനോന്മുഖ രാജ്യങ്ങളിൽ ചികിത്സ കൂടുതൽ താങ്ങാനാവുന്നതാക്കുന്നതിലും ഇന്ത്യൻ കമ്പനികൾ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയിലെ മരുന്നുകളുടെ വില താരതമ്യേന കുറവായിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ഉയർന്ന ഉൽപാദനശേഷി, കുറഞ്ഞ നിർമ്മാണ ചെലവ്, ശക്തമായ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം, വിവിധ കമ്പനികൾ തമ്മിലുള്ള മത്സരം, ചില അവശ്യ മരുന്നുകൾക്ക് സർക്കാർ നടപ്പാക്കുന്ന വില നിയന്ത്രണം എന്നിവയാണ് ഈ പ്രധാന ഘടകങ്ങൾ. ഇതെല്ലാം ചേർന്നാണ് ഇന്ത്യക്ക് ഇന്ന് ലോകം ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന വിശേഷണം നൽകുന്നത്. എന്നാൽ അതോടൊപ്പം ഗുണനിലവാരം, സുരക്ഷ, കർശനമായ നിയന്ത്രണങ്ങൾ എന്നിവ തുടർച്ചയായി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയുടെ ഫാർമ വ്യവസായത്തിനുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്തുക, സാധാരണക്കാർക്ക് ചികിത്സ കൂടുതൽ പ്രാപ്യമാക്കുക, മരുന്നുകളുടെ വില കുറയ്ക്കുക, ഇന്ത്യയെ ആഗോള ഫാർമസ്യൂട്ടിക്കൽ ശക്തിയായി മാറ്റുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇതിന്റെ ഫലമായാണ് ഇന്ന് ഇന്ത്യയെ ലോകം ഫാർമസി ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ ഫാർമസി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരോഗ്യരംഗത്ത് മോദി സർക്കാരിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 2018 ആരംഭിച്ച ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തികമായി പിന്നാക്ക കുടുംബങ്ങൾക്ക് വർഷം 5 ലക്ഷം രൂപ വരെ ക്യാഷ്ലെസ് ആശുപത്രി ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സർക്കാർ കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് ആളുകൾ ഈ പദ്ധതിയിലൂടെ ചികിത്സാ ആനുകൂല്യം നേടിയിട്ടുണ്ട്. ഇതിനൊപ്പം പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പദ്ധതി രാജ്യത്തെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. രാജ്യത്തുടനീളം ആയിരക്കണക്കിന് ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ വളരെ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കി. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ആന്റിബയോട്ടിക്കുകൾ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ ബ്രാൻഡഡ് മരുന്നുകളേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതിനാൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നതിനും സർക്കാർ സുപ്രധാന നടപടികൾ സ്വീകരിച്ചു. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി വഴി നിരവധി അവശ്യ മരുന്നുകളുടെ പരമാവധി വില നിയന്ത്രിക്കുകയും ഹൃദയ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന സ്റ്റെന്റുകളുടെയും മുട്ടുമാറ്റ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നീ ഇംപ്ലാന്റുകളുടെയും വില ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. ഇതിലൂടെ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സാധിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ വലിയ വളർച്ചയാണ് ഉണ്ടായത്. രാജ്യത്ത് നിരവധി പുതിയ മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി ലഭിക്കുകയും MBBS PG മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായി പുതിയ എയിംസ് സ്ഥാപനങ്ങൾ ആരംഭിച്ചതിലൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സയും മെഡിക്കൽ വിദ്യാഭ്യാസവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ശക്തമായി. കോവിഡ് മഹാമാരിക്കാലത്ത് ഇന്ത്യയുടെ ആരോഗ്യരംഗം ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ കോവിഡ് വാക്സിനുകളുടെ നിർമ്മാണത്തിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായി മാറി. കോവിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പരിപാടികളിലൊന്ന് വിജയകരമായി നടപ്പിലാക്കുകയും തുടർന്ന് വാക്സിൻ മൈത്രി പദ്ധതിയിലൂടെ നിരവധി രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായയെ കൂടുതൽ ശക്തിപ്പെടുത്തി. മരുന്നുകളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്നതിനുമായി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് PLI പദ്ധതികളും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് API നിർമ്മാണത്തിനുള്ള പ്രോത്സാഹന പദ്ധതികളും നടപ്പിലാക്കി. മെഡിക്കൽ ഉപകരണ നിർമ്മാണത്തിനായി പ്രത്യേക പാർക്കുകൾ സ്ഥാപിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആരോഗ്യ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിനായി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആരംഭിച്ചു. ഡിജിറ്റൽ ഹെൽത്ത് ID, ഇലക്ട്രോണിക്സ് ഹെൽത്ത് റെക്കോർഡുകൾ, ഓൺലൈൻ ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഭാവിയിലെ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന് ഇത് അടിത്തറയിടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് നിർമ്മാതാക്കളിൽ ഒന്നാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ലോകമെമ്പാടുമുള്ള 200-ലധികം രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇന്ത്യൻ മരുന്നുകൾ കയറ്റുമതി ചെയ്യപ്പെടുന്നു. അമേരിക്കയ്ക്ക് പുറത്തായി ഏറ്റവും കൂടുതൽ US FDA അംഗീകാരം നേടിയ മരുന്ന് നിർമ്മാണശാലകളുള്ള രാജ്യങ്ങളിലൊന്നും നമ്മുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ രംഗത്ത് ഇന്ത്യക്ക് ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന വിശേഷണം ലഭിച്ചു.
അതേസമയം ആരോഗ്യരംഗത്ത് ഇപ്പോഴും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലെ തിരക്ക്, ഗ്രാമപ്രദേശങ്ങളിലെ ഡോക്ടർമാരുടെ കുറവ്, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളിലെ അസമത്വം, പൊതുജനാരോഗ്യ ചെലവ് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. അതിനാൽ കഴിഞ്ഞ വർഷങ്ങളിലെ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യരംഗത്ത് കൂടുതൽ നിക്ഷേപവും പരിഷ്കാരങ്ങളും തുടർന്നും ആവശ്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മോദി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യരംഗത്തും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും ഇന്ത്യ ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യമായി മാറിയെന്നാണ് പൊതുവായ വിലയിരുത്തൽ. സാധാരണക്കാർക്ക് ചികിത്സയും മരുന്നുകളും കൂടുതൽ പ്രാപ്യമാക്കുന്നതിനൊപ്പം ലോകത്തിന് ഗുണമേന്മയുള്ളതും താരതമ്യേന കുറഞ്ഞ വിലയിലുള്ളതുമായ മരുന്നുകൾ എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ തന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. ഒരു അമേരിക്കൻ യുവതിയുടെ അനുഭവം വീണ്ടും വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു വശത്ത് ലോകത്തിന് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ എത്തിക്കുന്ന ഇന്ത്യ, മറ്റൊരു വശത്ത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലൊന്നായ അമേരിക്ക. ഈ രണ്ട് സംവിധാനങ്ങളിലെ വ്യത്യാസമാണ് ഈ വൈറൽ വീഡിയോ വീണ്ടും ലോകത്തിന് മുന്നിൽ എത്തിച്ചത്. ഇനി നിങ്ങളോടൊരു ചോദ്യം: ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾ എല്ലാവർക്കും താങ്ങാനാകുന്ന വിലയിൽ ലഭിക്കണമോ? അല്ലെങ്കിൽ ഗവേഷണ ചെലവിന്റെ പേരിൽ ഉയർന്ന വില ന്യായീകരിക്കാമോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.